നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീ എന്താ മോളെ ഒരുമാതിരി കൊച്ചു പിള്ളേരെ പോലെ വിവരം കിട്ടി ഇവരെ പറഞ്ഞൊന്നും വെച്ച് വിവരമുള്ള നമ്മൾ വേണ്ടേ മോളെ ക്ഷമിക്കാൻ. ക്ഷമിക്കാൻ ഞാൻ അജേട്ടനെ പോലെ മഹാത്മാവൊന്നുമല്ല. എനിക്കിതിനൊരു പരിഹാരം ഇന്ന് ഉണ്ടാക്കണം. എന്ത് പരിഹാരം മോളെ? ഇനി മേലിൽ ഇത്ര ഉടായിപ്പ് നമ്പറുമായിട്ട് ഇവരിറങ്ങാൻ പാടില്ല. എന്റെ പൊന്നു മോളെ, ശത്രുക്കൾ അങ്ങനെ പലതും പറയും. നമുക്ക് എന്ത് വേണം മോളെ? ശത്രുക്കളെ ഒതുക്കണം. എന്റെ അജേട്ടനെ പോലൊരു നല്ല മനുഷ്യനെ അപകീർത്തിപ്പെടുത്തിയതിന് പോലീസിൽ കേസ് കൊടുക്കണം. അത്ര വലിയതിലേക്കൊക്കെ നമ്മൾ പോണോ മോളെ? വേണം. ഞാൻ പറയുന്നത് അജേട്ടൻ അങ്ങ് അനുസരിച്ചാ മതി. ശരി, നമുക്ക് കേസ് കൊടുക്കാം. അതിന് ഇയാളെ എന്തിനാ അവിടെ പിടിച്ച് പൂട്ടിയിട്ടേക്കുന്നേ? സാക്ഷിയല്ലേ? രക്ഷപ്പെട്ട പിന്നെ തെളിവുണ്ടാവില്ലല്ലോ. ഓ ഓ ഓ ഓ ഓ അങ്ങനെ. അങ്ങനെ തന്നെയാ. ഇപ്പൊ ഈ നിമിഷം നമ്മൾ ഇയാളെയും കൂട്ടി പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. കൈക്കൂലി കേസിൽ ഈ പ്രതികൾക്കെതിരെ കൈയോടെ കേസ് കൊടുക്കുന്നു. എന്നാ പിന്നെ ആ വേലക്കാരിയെ കൂടി വിളിക്ക്. അതെന്തിനാ? അല്ല, അവളാണല്ലോ ഗർഭിണി. അതിന് അവളുടെ ആങ്ങളെയല്ലല്ലോ. അപ്പൊ ഇയാളെക്കാൾ നല്ല സാക്ഷി അവളാ. അവള് വന്ന് പറയട്ടെ അവളുടെ ഗർഭത്തിന് ആരാ ഉത്തരവാദിയെന്ന്. അതോടെ പ്രശ്നം തീരുമല്ലോ. അങ്ങനെ ഇപ്പൊ ആരും ഇവിടെ മിടിക്കാവണ്ട. ആരെ സാക്ഷിയാക്കണം ആരെ സാക്ഷിയാക്കണ്ടെന്ന് ഞങ്ങൾ തീരുമാനിക്കും. എന്നാ ഒന്ന് പെട്ടെന്ന് തീരുമാനിക്കേ. മോളെ മൈഥിലി, നീ കൊണ്ടൊന്നേ പറയട്ടെ. അജേട്ടനൊന്നും പറയണ്ട. ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. എന്റെ പൊന്നു മോളെ, നീ ഇത് കൈകാര്യം ചെയ്താൽ ശരിയാവൂല. അതെന്താ? കുടുംബത്തിൽ പറഞ്ഞ ആരെങ്കിലും ചെയ്യുന്ന പരിപാടിയാണ് മോളെ ഇത്. നീ ഇത് ചെയ്യണ്ട. നീ വന്നേ, ഇന്ന് വന്നേ മോളെ, പറയട്ടെ. വാ അജേട്ടാ പറയാം. നീ ഇതെന്ത് ഭാവിച്ച മോളെ? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അതുങ്ങളെ ചുമ്മാ പ്രകോപിപ്പിക്കരുതെന്ന്. എന്താ പ്രകോപിപ്പിച്ച? എന്റെ പൊന്നു മോളെ, ആ സ്വത്ത് എങ്ങനെ അവരുടെ കയ്യിലാണെങ്കിലേ അതോടെ തീർന്നില്ലെല്ലാം. എന്ന് വെച്ച് ഈ അനാവശ്യം എത്ര നാൾ നമ്മൾ കേട്ടോണ്ടിരിക്കും? ആ സ്വത്ത് നമ്മുടെ കൈ കിട്ടുന്ന വരെ. അത് കഴിഞ്ഞ എല്ലാത്തിനും നമ്മൾ ചവിട്ടി പുറത്താക്കൂലേ? പിന്നാരാ മാണിക്യമംഗലത്തെ രാജകുമാരി? എന്റെ പൊന്നല്ലേ? അത് വരെയെങ്കിലും നിനക്കൊന്ന് ക്ഷമിച്ചൂടെ? എന്റെ മോളെ, കാര്യം കാണുന്നവരെ നമ്മളിങ്ങനെ പലതും ക്ഷമിക്കേണ്ടി വരും. ഇതിപ്പോ അവരിങ്ങനെ അനാവശ്യം പറഞ്ഞെന്നല്ലേ ഉള്ളൂ. സുഗുണതൊന്നും കേട്ട് തെറ്റിദ്ധരിച്ചില്ലല്ലോ. അയാൾക്കറിയാലോ അയാളുടെ പെങ്ങളുടെ ഗർഭത്തിന് ഉത്തരവാദി ആരാണെന്ന്. പിന്നെ നമുക്കെന്താ പ്രശ്നം? എന്നാലും അജയേട്ടനെ പോലൊരു നല്ല മനുഷ്യനെ. അത് സാരമില്ല. 1500 കോടിയുടെ വിലയൊന്നും ഏതായാലും എനിക്കില്ലല്ലോ. എന്നാ ആര് പറഞ്ഞു? എന്റെ മനസ്സിൽ എന്റെ അജയേട്ടന് 1500 കോടിയല്ല 1,00,000 കോടി രൂപയുടെ വിലയുണ്ട്. ആണോ? ഞാൻ എത്ര ഭാഗ്യവാനാ മോളെ. ഐ ലവ് യു മുത്തേ, റിയലി ഐ ലവ് യു. അശി, ആരെങ്കിലും കാണും. കണ്ട ഈ അജയേട്ടൻ ഒട്ടും നാണമില്ല. ഞാൻ എന്തിനാടി നാണിക്കുന്നത്? എന്നെ തകർക്കാൻ ഇറങ്ങി അവളുമാരല്ലേ നാണിക്കേണ്ടത്. നീ വന്നേ, എല്ലാത്തിനും നമുക്ക് പിരിച്ചുവിടാം. വാ. തൽക്കാലം ഞങ്ങളിത് കേസാക്കുന്നില്ല. ഏതായാലും ഒരു കാലത്തൊരു കുടുംബം പോലെ ജീവിച്ചതല്ലേ. ആ സ്നേഹം നിങ്ങൾക്കില്ലെങ്കിലും എനിക്കുണ്ട്.
അതുകൊണ്ട് നിങ്ങളെ വെറുതെ വിടാൻ ഞാൻ തീരുമാനിച്ചു. പക്ഷേ ഇനി മേലത് ആവർത്തിക്കരുത്. ഓ, അത്ര വലിയ ഔദാര്യമൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഉറപ്പായിട്ടും അജയ, നീ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം. ഇവരെന്തിങ്ങനെ? നിങ്ങൾ എന്ത് ഭാവിച്ച സ്ത്രീയായി പറയുന്നേ? ഒരാൾ മനസാക്ഷി വെച്ച് വെറുതെ ഇടാന്ന് പറയുമ്പോ അങ്ങോട്ട് കയറി ചൊറിയണോ? ദേ, താൻ മിണ്ടി പോവരുത്. ഇതേ ഞങ്ങളുടെ കുടുംബകാര്യ. ദേ, വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. അജയ, ഇത്രയും മോശമായ ആക്ഷേപം നിനക്ക് നേരെ ഉന്നയിച്ച ഞങ്ങളെ നീ വെറുതെ വിടരുത്. നീ കേസ് കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ കേസ് കൊടുക്കും. അയ്യേ, അതെന്തിന്? അതൊക്കെ കൊടുത്തിട്ട് പറയാം. അജയേട്ടാ, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ പറഞ്ഞില്ലേ, ഈ പെണ്ണുമ്പിള്ള മഹാ അഹങ്കാരിയാ. ഇവര് വെറുതെ വിടരുത്. നീ വെയിറ്റ് ചെയ്യും മോളെ. ഹലോ, തനിക്ക് വന്നേ. അല്ല, ആദ്യം ഞാൻ വന്ന കാര്യത്തിന് പരിഹാരം ഉണ്ടാക്കണ്ടേ? എന്തോന്ന് കാര്യം? എനിക്ക് എന്റെ പെങ്ങളെ കാണണം. അവക്ക് തലവേദനയായിട്ട് അകത്ത് കിടക്കാന്ന് ഞാൻ പറഞ്ഞതല്ലേ. വേദനയൊക്കെ ഞാൻ മാറ്റിക്കോളാം. മേഡം അവളെ ഒന്ന് വിളിച്ചേ. ഇവിടം വരെ വന്നിട്ട് ഞാൻ എങ്ങനെ അവളെ ഒന്ന് കാണാതെ പോകുന്നത്? താൻ ഇപ്പൊ കാണണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അങ്ങനെ പറഞ്ഞ അങ്ങനെ തന്നെ. താൻ ഇങ്ങോട്ട് വന്നോളൂ. അല്ല മുതലാളി, മുതലാളി ഞാൻ അവളൊന്ന് കണ്ടോട്ടെ. മുതലാളി എന്തായി? ആരും രക്ഷപ്പെട്ടൊന്നും വിചാരിക്കണ്ട. ഇതിപ്പോ എന്റെ അജയേട്ടന്റെ കരുണ, കുടുംബസ്നേഹം. പക്ഷെ എന്നും ഇതുണ്ടാവില്ല. കഷ്ടം. എന്താ കാണിക്കുന്നത്? ഒരുമാതിരി മറ്റടുത്ത പരിപാടി കാണിക്കരുത് കേട്ടാ. താൻ എന്താണ് ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അത് കൊള്ളാം. ഞാൻ എന്റെ ഗർഭിണിയായ പെങ്ങളെ കാണാൻ വന്നപ്പോ നിന്റെ വട്ടുപിടിച്ച ഭാര്യ എന്നെ പൂട്ടിയിട്ടപ്പോ ഞാനിപ്പോ പ്രതിയായോ? താൻ എന്തിനാ അവിടെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ പോയത്? അതുകൊണ്ടല്ലേ അവൾ വിളിച്ച് പൂട്ടിയിട്ടത്? ഞാൻ പിന്നെ എങ്ങോട്ട് വേണം? ദേ, നിന്റെ ഗർഭത്തിന് നീയല്ല പിന്നെ നാട്ടുകാർ ഉത്തരവാദിത്തം പറയോ? ഒന്ന് പതിയെ പറയൂ. അത് പിന്നെ എന്റെ മാത്രം ഗർഭമല്ലല്ലോ, തന്റെ പെങ്ങളും കൂട്ടുപ്രതിയല്ലേ? കൂട്ടുപ്രതിയെ കാണാനാ ഞാൻ വന്നത്. കൂട്ടത്തിൽ നിന്നെയും. എന്നെ എന്തിനാ നിങ്ങൾ കാണുന്നതെന്ന്? കെട്ടിപ്പിടിച്ച ഉമ്മാരെ. അയ്യോ, എന്റെ ഒരു നാണം കണ്ടില്ലേ? കളിക്കല്ലേ അജയ? അല്ല, എന്റെ പൊന്നളിയ, നിങ്ങൾ എന്നെ ഇങ്ങനെ ധർമ്മസങ്കടത്തിലാക്കരുത്. നമ്മളിപ്പോ ഇവിടെ സംസാരിച്ച് അവർക്ക് സംശയം തോന്നും. ഒന്നാമതേ നന്ദിത എന്ന് പറഞ്ഞ വിഷം ഇവിടെ വന്ന് കേറിയപ്പോ മുതൽ സംശയ കമ്മിറ്റി സ്ട്രോങ്ങാ. ദേവി തളിഞ്ഞപ്പോ നമുക്ക് പിന്നെ സംസാരിക്കാം. പറ്റില്ല, എനിക്കിതിനോട് ഇപ്പൊ സംസാരിക്കണം. 5 മിനിറ്റ് 5 മിനിറ്റ് സമയം നിനക്ക് ഞാൻ തരാം. അതിനു മുമ്പ് നീ വന്നിരിക്കണം. അല്ലെങ്കിൽ അറിയാലോ, കംപ്ലീറ്റ് ഞാൻ അലമ്പാക്കും. അളിയോ മോയോമലും എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ദേ, ഞാനിവിടെ വെയിറ്റ് ചെയ്യും. നീ വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കയറി വരും. നേരത്തെ വന്ന പോലല്ല, അതൊരു 1.5 വരവായിരിക്കും. നിന്റെ മുഖംമൂടി ഞാൻ പിച്ച് ചീന്തും. നിന്റെ ഭാര്യ നിന്നെ ചൂലെടുത്തടിക്കും.